സച്ചി പറയും, അച്ഛാ എനിക്കൊരു ഡൗട്ട്. എനിക്ക് കാശ് തരണമെന്ന് അച്ഛനാഗ്രഹമുണ്ട്. അച്ഛനാരുടെ കൈ കൊടുക്കുന്നു ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ കൈ തരുമെന്ന് പറയും. രേവതിയെ, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിനക്ക് കാശ് തരണമെന്നുണ്ട്, അവരാരുടെ കൈ കൊടുക്കുന്നു ചോദിക്കും. അപ്പോൾ രേവതിക്ക് ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. സച്ചി പറയും, ഇങ്ങോട്ട് ചോദ്യം വേണ്ട പറയുന്നു പറയും. അപ്പോൾ പറയും, എൻ്റെ കൈ തരുമെന്ന് പറയും. ശ്രീകാന്തിൻ്റെ ഭാര്യനോട് ചോദിക്കുന്നതിന് മുമ്പ് അവൾ പറയും, എനിക്കറിയാം ചോദ്യം, എൻ്റെ അച്ഛനും അമ്മയും എനിക്കത് തരാമെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്തിനായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അച്ഛനമ്മമാരെ മക്കൾക്ക് കാശ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കൂ, മറ്റൊരാളുടെ പേരിൽ അയച്ചു കൊടുക്കില്ലെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ കാശ് അയക്കേണ്ടത് ശ്രുതിക്കല്ലേ, ഇവനാണ് അയച്ചതെന്നാണ് ഇവൻ പറയുന്നത്. അതിലെന്തോ ഒരു ദുരൂഹത അല്ലേന്ന് സച്ചി ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ സംശയം തോന്നും. അപ്പോൾ അച്ഛൻ ചോദിക്കും, എടാ നീ അവരോട് കാശ് വല്ലതും ആവശ്യപ്പെട്ടോന്ന് ചോദിക്കും. ശ്രുതി ആകെ കൂടെ ടെൻഷനാവും, എന്താ ഇപ്പോൾ പറയാന്ന്. സച്ചി കയറി പറയും, അതിന് സാധ്യതയല്ല, ആ ആളിതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പോലുമില്ല, ആർക്കും അങ്ങനെ ഒരാളെ പരിചയവും ഇല്ല എന്ന് പറയും. സച്ചി പറയും, അവരുടെ രണ്ടുപേരുടെ മുഖത്ത് നോക്കി എന്തോ ഒരു കള്ള ലക്ഷണമല്ലേ പറയും. എടാ ശ്രുതി, നീ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു സച്ചി പറയും. ശ്രുതിയാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനായിട്ട് എന്തോ പോലെ ഇങ്ങനെ ഒരു കള്ള നോട്ട് നോക്കും. അപ്പോൾ സച്ചി പറയും, കണ്ട അവൻ്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേ ശ്രുതി കയറി ഇടപെടും, എന്താ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട്. ശ്രുതി ആ കാശ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് വന്നതിനെ പറ്റി ഓരോ ന്യായങ്ങൾ പറയും. അപ്പോൾ അമ്മ കയറി ഇടപെടും. എന്നിട്ട് പറയും, അവൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവനൊന്നും കിട്ടുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു അസൂയൊക്കെ ഉണ്ടാവുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജാനകി പറയാം, എന്താ എൻ്റെ തലക്കിട്ട് കൊട്ടാത്തതെന്ന് ഞാൻ ഇന്നിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പറയും. നാണവും മാനവുമുള്ള മുഖത്ത് മീശ വെച്ച ആമ്പിള്ളേർ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പൈസയൊന്നും കൈപ്പറ്റില്ല എന്ന് രേവതി പറയും. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവും. സച്ചി പറയും, അടിപൊളി അടിപൊളി എന്ന് പറയും. സച്ചി പറയും, നിങ്ങളിപ്പോൾ എൻ്റെ കാറിനെ പറ്റിയായിരിക്കും ചിന്തിച്ചത്, അത് അവളുടെ വീട്ടിൽ നിന്ന് തന്നല്ല, അവൾ ജോലി ചെയ്ത് അധ്വാനിച്ച് എനിക്ക് വേണ്ടി വാങ്ങി തന്ന കാറാണത്. റൂമിലെത്തി ഫോണിൽ കളിക്കുന്ന ശ്രുതിയെ തലകൊണ്ട് ശ്രുതി ഒരു അടി കൊടുക്കും. എന്നിട്ട് ശ്രുതി ചോദിക്കും, നിങ്ങളെന്തിനാ നിങ്ങളെ അക്കൗണ്ടിലേക്കാണ് കാശ് വന്നതെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അത് കാശ് കിട്ടിയൊരു ആവേശത്തിൽ പിന്നെ സച്ചി അങ്ങനെ ചോദിക്കുകയും കൂടി ചെയ്തവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാന്ന് ശ്രുതി പറയും. ശ്രുതി പറയും, സച്ചിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി അറിയില്ല, അവനത് എന്നും സാധാരണ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അതൊന്നുമല്ല, നിങ്ങളെ വായിന്ന് എന്തോ വീഴുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ചോദിച്ച് അറിഞ്ഞ ആ പൈസ അതേപോലെ എടുത്ത് അച്ഛന് കൊടുക്കേണ്ടി വരുമെന്ന് പറയും. ശ്രുതി പറയും, അതൊന്നും നടക്കില്ല, ആ കാശ് ഞാനെടുത്ത് ചിലവാക്കും, അക്കൗണ്ടിലുണ്ടെങ്കിലല്ലേ ആൾക്ക് കൊടുക്കേണ്ടുള്ളൂ എന്ന് ചോദിക്കും. ശ്രുതി ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയെ കുറേ ചീത്ത പറയും. എന്നിട്ട് പറയും, ആ കാശ് വെച്ച് എന്ത് തുടങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയരുതെന്നൊക്കെ പറയും. ശ്രുതി വന്നിട്ട് രേവതിനോട് ചോദിക്കും, എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് കാശ് അയച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ സച്ചി ഞങ്ങളെ ക്രോസ് വിസ്താരം ചെയ്യുന്നത്? ഇത് ക്രോസ് വിസ്താരം ഒന്നുമല്ല, സച്ചിയേട്ടൻ ക്രോസ് വിസ്താരം തുടങ്ങിയാൽ ഇങ്ങനെയൊന്നല്ല, ഇത് ചുമ്മാ ഒന്ന് ചോദിച്ചേ ഉള്ളൂ എന്ന് രേവതി പറയും. ശ്രുതി പറയും, ഇത് അസൂയാണ്, ശ്രുതിക്ക് കിട്ടുന്ന കാശൊക്കെ ഇപ്പോൾ സച്ചിയെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഓ ഉണ്ട്, ഈ വീട്ടിൽ നിന്ന് സച്ചിയേട്ടനും കൂടി കിട്ടേണ്ട കാശ് കൊണ്ടുപോയി കളഞ്ഞ ആളാണ് നിൻ്റെ ഭർത്താവ്, അത് തിരികെ കൊടുക്കുന്നവരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. പിന്നെന്തിനാ നീ വന്ന് ചൂടാവുന്നത്? അല്ല, ഈ കാശ് നിൻ്റെ അച്ഛൻ തന്നെ അയച്ചതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതിയൊക്കെ ടെൻഷനായിട്ട് ചോദിക്കുക, അതെന്താ അങ്ങനെ ചോദിക്കുന്നു ചോദിക്കും. അല്ല, നിങ്ങളുടെ പെരുമാറ്റം കണ്ട വേറെ ആരുടെ കാശാണെന്ന് തോന്നും. ശ്രുതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. അവൾ പറയും, അച്ഛന് കൊടുക്കാനുള്ള കാശൊക്കെ ഞങ്ങൾ കൊടുക്കും, അതിൻ്റെ പേരിൽ ഞങ്ങളാരും കൊച്ചാക്കാനൊന്നും വരണ്ട. അവസാനം ശ്രുതി പറയും, ഇനി സച്ചിയേട്ടനോട് പറയണം ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടാന്ന്. രേവതി പറയും, ഇതെന്തിനാ എന്നോട് പറയുന്നത്, നേരിട്ടങ്ങ് പറഞ്ഞാൽ പറയുമെന്ന് ചോദിക്കും. ശ്രുതി പറയും, സംസ്കാരമില്ലാത്ത ഒരാളോട് പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, അല്ലാതെ പേടിച്ചിട്ടല്ല, അന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ വിഷമാവും. രേവതി പുറത്ത് വരുമ്പോൾ എന്തോ തമാശ കളിച്ച് സച്ചി ഉണ്ടാവും വണ്ടി എന്തോ ശരിയാക്കുന്നത്. രേവതി ഓടി വന്ന് സച്ചിയുടെ പുറത്തൊരു അടി കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങളെ നാവ് നേർക്ക് നിൽക്കില്ലേ, എന്തിനെങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ചോദിക്കും. അപ്പോൾ സച്ചി വരാ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. ആ കാശ് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് അയച്ച കാര്യം സച്ചി ഒന്നുകൂടി പറയുമ്പോൾ രേവതി ചോദിക്കും, നിങ്ങൾക്ക് എന്താ, അവരെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അയച്ചോട്ടെ എന്നൊക്കെ പറയും, നിങ്ങൾക്ക് പ്രശ്നമില്ല, അവരൊക്കെ എന്നോട് വന്നിട്ട് അതൊക്കെ പറയാമെന്നൊക്കെ പറയും. രേവതി സച്ചിനെ ഉപദേശിക്കും, നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോരെ, വേറൊരാളുടെ കാര്യത്തിലൊക്കെ ഇടപെടണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, എന്നെ എൻ്റെ അച്ഛമ്മ വളർത്തി തന്നെ, എന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടാൽ അതിലിടപെടുകയും ചോദിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണെന്നൊക്കെ പറയും. രേവതി ചോദിക്കും, ആ അച്ഛമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ കച്ചറകളൊന്നും ഉണ്ടാക്കരുതെന്ന്. വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുമ്പോൾ ചെറിയ തോതിൽ കച്ചറയൊക്കെ ഉണ്ടാവും, എൻ്റെ കൺമുന്നിൽ തെറ്റ് നടന്നാൽ അത് കണ്ടില്ലെന്നടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും. സച്ചി എന്തൊക്കെയോ തമാശ രൂപത്തിൽ എന്തൊക്കെയോ കളികൾ കളിച്ചാൽ എങ്ങനെ ഓരോന്നൊക്കെ പറയാം. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരു ചിരിയാണ് രേവതിക്ക് ഇത് കാണുമ്പോൾ വരിക. ശ്രുതിയോ അവളുടെ ഫ്രണ്ട് നടന്നു പോകുമ്പോൾ അവളുടെ ഫ്രണ്ട് പറയും, നിന്നെ സമ്മതിച്ചു, മരിച്ചുപോയ അച്ഛനെ നീ സിംഗപ്പൂരുകാരനാക്കി ജയിലിലാക്കി, നിനക്കിപ്പോൾ ലക്ഷങ്ങൾ അയച്ചു തരുന്നു എന്നൊക്കെ പറയും. ആ സമയത്ത് ബൈക്കിൽ ആരോ വരുന്നത് കണ്ട് ഇവർ അന്തം വിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്.